ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയും മകനും ഒരു കൈപ്പാട് അകലെയെന്ന് പറയാമല്ലോ. അങ്ങനെ ഒരു കൈ അകലത്തിൽ ഇങ്ങനെ അമ്മയും മകനും അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നു. ഈ അമ്മയെയും മകനെയും ഒന്നിപ്പിക്കാതിരിക്കാൻ അവരെ രണ്ടും രണ്ട് വഴിക്കാക്കാനായിട്ട് അവിടെ കിടന്ന് എല്ലാവരും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. ഈ സമയത്താണ് പൂജയെ വശീകരിക്കാനും പൂജയും അപ്പവും കൂടുതൽ അടുക്കാതിരിക്കാനും വേണ്ടി പങ്കജ് അങ്ങോട്ടേക്ക് വരുന്നത്. പങ്കജ് വന്നിട്ടാണെങ്കിൽ അപ്പുവിനെ വെല്ലുവിളിക്കുക വരെ ചെയ്തു. അവൾക്ക് എന്നോടാടാ ഇഷ്ടം, നിന്നോട് അവൾക്ക് യാതൊരു താല്പര്യവും ഇല്ലടാ. അതുകൊണ്ടാണ് അവൾ ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ കൂടെ വരുന്നതും എൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതും. അല്ലാതെ നിന്നോട് അവൾക്ക് യാതൊരു താല്പര്യവും ഇല്ല. അങ്ങനെ അവൾക്ക് നിന്നോട് താല്പര്യമുണ്ടെന്ന് കരുതി നീ വെറുതെ സമയം കളയണ്ട എന്നൊക്കെ ആശാൻ അങ്ങ് പറഞ്ഞങ്ങ് വിട്ടു. അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അപ്പു അങ്ങ് പോയി കഴിഞ്ഞപ്പം നോക്കാനൊന്നുമില്ല. എത്ര വലിയ വില കൊടുത്തിട്ടാണെങ്കിലും പൂജയുടെ ഉള്ളിൽ നിന്നും നിന്നെ ഞാൻ പറിച്ചെറിഞ്ഞിരിക്കും, അതിന് യാതൊരു സംശയമില്ല എന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് പങ്കജ് അവിടെ നിന്ന് ഇങ്ങനെ പറയുക. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ബലിയിടലും കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്താനായിട്ട് സുമിത്രയ്ക്ക് കണ്ടുപിടിച്ച ആ ഒരു സ്ഥലത്തേക്ക് ഇവർ ചെന്നു. അപ്പോൾ ഈ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സുമിത്രയ്ക്ക് അത് അത്ര ഇതായിട്ട് തോന്നിയില്ല. സുമിത്ര ചോദിച്ചു, ഇവിടെ ഇരുന്നാണോ ബലിയിടുന്നത്? സാധാരണ ബലിയിടുന്ന സ്ഥലത്തെ പോലെ അല്ലല്ലോ ഇവിടെ എന്ന് പറയുമ്പോൾ, ചേച്ചി ഇവിടെയാണെങ്കിൽ സമാധാനപരമായിട്ട് യാതൊരു ശല്യങ്ങളും ഇല്ലാതിരുന്ന് ബലിയിടാൻ പറ്റും. അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും കാര്യങ്ങളും, അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ചേച്ചി ഒരു കാര്യം ചെയ്ത് നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് ബലിയിടാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴും സുമിത്രയ്ക്ക് ആകെ ഒരു ഇതുപോലെ കേട്ടോ. കാരണം ഇത്രയും ഒരു ഇതിലിരുന്ന് ബലിയിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ സരസ്വതി അമ്മ പറഞ്ഞു, എൻ്റെ സുമിത്ര നീ ഇനി സൗന്ദര്യം നോക്കി നിൽക്കാതെ ഉള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് ബലിയിടാൻ നോക്കാൻ പറഞ്ഞ് സരസ്വതി അമ്മ സുമിത്രയോട് പറയണം. അപ്പം ചേച്ചി ഇനിയിപ്പോൾ അപ്പുറം തിരക്കാണെങ്കിലും നമുക്ക് കൂടുതൽ സമയം വേണ്ടി വരില്ലേ, അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് ഇട്ടിട്ട് പോകാം, ഈ ഒരു തവണത്തേക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ പറയണം. അപ്പം ശരി, എല്ലാവരുടെ അഭിപ്രായം അതാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആവട്ടെ. അപ്പോഴും നമ്മുടെ ദീപുവിൻ്റെ കണ്ണുകൾ ഇങ്ങനെ ചുറ്റിനും കിടന്ന് പരതുന്നുണ്ട്. അത് നമ്മുടെ പൂജയും ശ്രദ്ധിച്ചു, അതുപോലെ തന്നെ ചിത്രയും ശ്രദ്ധിച്ചു. പെട്ടെന്ന് അപ്പു അങ്ങോട്ടേക്ക് വന്നു. അപ്പു വന്നു കഴിഞ്ഞപ്പം ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് അപ്പുവും സുമിത്രയോട് പറഞ്ഞു, ആൻറ്റി നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഇടാം എന്നും പറഞ്ഞു. അങ്ങനെ സുമിത്ര ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തു. ഇതെല്ലാം ചെയ്തതിന് ശേഷം സുമിത്രയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് വേണ്ടുന്ന കർമ്മങ്ങളിലേക്ക് കിടക്കും. അപ്പോൾ പൂജാരി വന്നു, ഇങ്ങനെ ഇരിക്കുന്നു, അതൊക്കെ സെറ്റപ്പാക്കി എല്ലാം റെഡിയായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ അനിരുദ്ധ് അവിടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് ആ ഒരു ബാക്കിയുള്ളതെല്ലാം കൊണ്ടേ കളഞ്ഞിങ്ങനെ വരും. അപ്പോഴേക്കും നമ്മുടെ സുമിത്രയുടെ ഫോട്ടോ ഒരു കാരണവശാലും സ്വരമോള് കാണരുതെന്നും, സ്വരമോള് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും, സ്വരമോളെല്ലാം പറഞ്ഞു കൊടുക്കും. കാരണം സ്വരമോൾക്കറിയാം സുമിത്രയെ. അപ്പോൾ അതുകൊണ്ട് സ്വര കാണരുത് എന്നുള്ള ഉദ്ദേശത്തിൽ ഈ പ്രേമയാണെന്നുണ്ടെങ്കിൽ സുമിത്രയുടെ ഫോട്ടോ എടുത്ത് ഒളിപ്പിച്ച് വെക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരക്കം പായുക അമ്പലത്തിൻ്റെ മുറ്റത്തോടെ കിടന്നേ. അങ്ങനെ നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് വിശ്വം വന്നിട്ട് ചോദിച്ചു, നീ ഇതെങ്ങോട്ടാ ഈ ഓടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സുമിത്രയുടെ ഫോട്ടോ മാറ്റാനാണെന്നും സുമിത്രയുടെ ഫോട്ടോ ആ പെണ്ണെങ്ങാനും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും, അതുകൊണ്ട് ഒരു കാരണവശാലും സ്വര ഇത് കാണാൻ പാടില്ല, അതിനു മുമ്പ് ഇത് മാറ്റണം എന്ന് പറഞ്ഞ് അങ്ങനെ പറയാം. അപ്പോൾ ഇവർ തമ്മിൽ ഇതും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് കൃത്യമായിട്ട് സ്വരമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. സ്വരമോൾ വന്നു. അപ്പോൾ അമ്മമ്മയുടെ കയ്യിൽ എന്താണെന്ന് ചോദിച്ചു. അതൊക്കെ എന്തിനാ നീ അറിയുന്നതെന്ന് ചോദിച്ചപ്പോൾ, എനിക്കറിയാം, എൻ്റെ അച്ഛമ്മയുടെ ഫോട്ടോയല്ലേ, എന്തിനാ അമ്മമ്മ എൻ്റെ അച്ഛമ്മയുടെ ഫോട്ടോ കൊണ്ടേ കളയുന്നത്, എനിക്ക് എൻ്റെ അച്ഛമ്മയെ കാണണം, ആ ഫോട്ടോ ഒന്ന് കാണിച്ച് ഞാൻ എൻ്റെ അച്ഛമ്മയൊന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു. അമ്പിനും വില്ലിനും പ്രേമയെ അടുക്കുന്നില്ല. മരിച്ചു പോയവരുടെ ഫോട്ടോ നീ എന്തിനാ കാണുന്നത്? നീ കാണണ്ട. മാത്രമല്ല ഇത് പൊട്ടിയിരിക്കുക, അതിൻ്റെ ചില്ലൊക്കെ കയ്യിൽ കുത്തിക്കയറും, നീ അത് കാണുക വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ നിർബന്ധിക്കുക കാണാതിരിക്കാൻ. എന്നിട്ട് ഇതുകൊണ്ട് കളയാൻ തുടങ്ങുക. കൊച്ചാരാ പൊന്നുമോൾ വിട്ടു കൊടുക്കുമോ? കൊച്ചാണെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛമ്മയുടെ ഫോട്ടോ കണ്ടേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ നിർബന്ധം പിടിച്ച് ഈ കൊച്ചി ഫോട്ടോ വലിച്ച് ഇങ്ങോട്ട് കയ്യിലേക്ക് എടുത്തു. അപ്പോൾ പ്രേമയുടെ കയ്യിൽ നിന്ന് അറിയാതെ ആ ഫോട്ടോ കൊച്ചിൻ്റെ കയ്യിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ ആ ഒരു ഫോട്ടോയിൽ നമ്മുടെ സുമിത്രയാണെന്നുള്ള ആ ഒരു സത്യം അത് കണ്ടെത്തുകയാണ് നമ്മുടെ സ്വരമോൾ. അത് കണ്ടപ്പോൾ സ്വരമോൾ ഞെട്ടി. ടീച്ചറമ്മ എന്നും പറഞ്ഞൊരു വിളി. ടീച്ചറമ്മയോ? ഏത് ടീച്ചറമ്മ? ഇത് നിൻ്റെ ടീച്ചറമ്മയൊന്നുമല്ല, ഇതെൻ്റെ ടീച്ചറമ്മയാ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സ്വര ഇങ്ങനെ പറയാം. അപ്പോൾ സ്വരയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് ഇവിടെ കിടന്ന് തലയും കുത്തി മറിയാണ് പുള്ളിക്കാരി. കാരണം സ്വരയ്ക്കറിയാം സ്വര ഇവരോടെങ്ങാനും പറഞ്ഞാൽ പണി കിട്ടും എന്നുള്ളതും പ്രേമയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പ്രേമ ആകെ കിടന്ന് വെപ്രാളം കൂട്ടുക, ദൈവം ഈ പെണ്ണെങ്ങാനും പറഞ്ഞു കൊടുത്താൽ പണി കിട്ടുമല്ലോ എന്നുള്ളൊരിതിൽ.
അങ്ങനെ നമ്മുടെ സ്വരയെ ഒരു രീതിയിൽ പറഞ്ഞു മയക്കി മെരുക്കി നിർത്താനും അതുപോലെ തന്നെ അനിരുദ്ധിനോട് ഇക്കാര്യങ്ങളൊന്നും പറയാതിരിക്കാനും കൊച്ചിന് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ സുമിത്ര അവിടെ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന വിഷമത്തോടെ തൻ്റെ മക്കളെ തനിക്ക് തിരിച്ച് കിട്ടണമെന്നൊക്കെയുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ സുമിത്ര ഇങ്ങനെ അമ്മയ്ക്ക് വേണ്ടുന്ന കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോഴും ആരെങ്കിലും വരുന്നുണ്ടോ, അതുപോലെ അനിരുദ്ധിനെ കാണുന്നുണ്ടോ എന്നൊക്കെയുള്ള നോട്ടവുമായിട്ട് നമ്മുടെ ദീപു ഇങ്ങനെ പതറും. അപ്പോൾ ദീപുവിനോട് ബലിയിടുന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ചേച്ചി ബലി ഇട്ടാൽ മതി, താൻ ഇടുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ദീപു ഇങ്ങനെ മാറി നിൽക്കുന്നു. ദീപുവിന് പേടിയാണ്. ദീപുവിൻ്റെ കണ്ണൊന്ന് തെറ്റിയാൽ എല്ലാം കൈവിട്ട് പോയാലോ എന്നുള്ളൊരു പേടി. അങ്ങനെ ദീപു ആകെ വെപ്രാളം കയറി ദീപു ഇങ്ങനെ അവിടെ നിൽക്കുക. ഈ സമയത്ത് സുമിത്ര ബലിയിട്ടു. ഇതെല്ലാം കഴിഞ്ഞ് സുമിത്ര ഇങ്ങനെ അവിടെ വന്ന് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബലികർമ്മങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ അനിരുദ്ധം ഇങ്ങനെ നടന്നു വരുന്നു. അനിരുദ്ധം നടന്നു വന്ന് സുമിത്രയുടെ തൊട്ടു പിറകിൽ വന്ന് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സുമിത്ര ഫ്രണ്ടിൽ, അനിരുദ്ധ് ബാക്കിൽ. അപ്പോൾ സുമിത്രയാണെങ്കിൽ കൈകൂപ്പി തൻ്റെ മക്കളെ തനിക്ക് കാണിച്ചു തരണേ എന്നും ഇനിയും തൻ്റെ മക്കളെ തന്നിൽ നിന്ന് അകറ്റി നിർത്തരുതേ എന്നും ഭഗവാനോട് മനസ്സൂരുക്കി സങ്കടത്തോടു കൂടി പ്രാർത്ഥിക്കുക. അപ്പോൾ സുമിത്ര അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ അനിരുദ്ധ് തൻ്റെ അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണേ, തൻ്റെ അമ്മയുടെ ആത്മാവിന് മോക്ഷം കിട്ടണേ, ഇതൊക്കെ പറഞ്ഞ് അനിരുദ്ധം അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരേ ദൈവത്തിൻ്റെ മുന്നിൽ ജീവനുള്ള അമ്മയ്ക്ക് വേണ്ടി മകൻ വന്ന് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വന്തം മകനാണ് തൊട്ടരികിൽ നിൽക്കുന്നതെന്ന് അറിയാതെ നമ്മുടെ സുമിത്ര മക്കളെ തിരിച്ചു കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സുമിത്രയുടെ അടുത്തേക്ക്, അതായത് കുറച്ച് അകലത്തിൽ നിന്ന് സുമിത്രയുടെ അടുത്തേക്ക് വന്നു അനിരുദ്ധ് പ്രാർത്ഥിച്ച്. അങ്ങനെ അടുത്ത് വന്നിട്ട് സുമിത്രയുടെ അരികിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോഴും സുമിത്ര കണ്ണുനീരൊക്കെ തുടച്ച് ദൈവത്തിനോട് സകല സങ്കടങ്ങളും പറഞ്ഞ് പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ സുമിത്രയുടെ കാൽച്ചുവട്ടിൽ തന്നെ നമ്മുടെ അനിരുദ്ധ് വന്നിങ്ങനെ ഇങ്ങനെ സാഷ്ടാംഗം നമിച്ചു എന്നൊക്കെ പറയില്ല, അങ്ങനെ ആ ഒരു ഇതിൽ പ്രാർത്ഥിക്കുന്നു. ഈ സമയം നമ്മുടെ സുമിത്ര കരഞ്ഞ് ഭഗവാനോട്, ദൈവങ്ങളോട് തൻ്റെ കുഞ്ഞുങ്ങളെ തനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് സുമിത്ര ഇങ്ങോട്ട് തിരിയുന്ന സമയത്ത് അനിരുദ്ധിൻ്റെ കയ്യിൽ സുമിത്രയുടെ കാല് കൊണ്ടു. അപ്പോഴും നമ്മുടെ അനിരുദ്ധ പ്രാർത്ഥനയിൽ മുഴുകി കിടന്നതുകൊണ്ട് സുമിത്രയ്ക്ക് മകനെ കാണാൻ പറ്റിയില്ല, മകൻ അമ്മയെയും കാണാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ക്ഷമ ചോദിച്ച് നമ്മുടെ സുമിത്ര ഇങ്ങനെ അവിടെ നിന്ന് പോരുക. അപ്പോൾ അനിരുദ്ധ ഇങ്ങനെ പ്രാർത്ഥിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ അനിരുദ്ധ ആ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നത് കൊണ്ട് സുമിത്രയെ നോക്കിയതുമില്ല. പക്ഷേ സുമിത്ര അത് പറഞ്ഞിട്ട് ഇങ്ങ് പോരുന്നു. അത് കഴിഞ്ഞിട്ട് അനിരുദ്ധ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അമ്പലത്തിലൂടെ പോകാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് സുമിത്ര ഇങ്ങനെ മക്കളെക്കുറിച്ച് ഓർത്ത് കരഞ്ഞ് ആകെ വിഷമിച്ച് ഇങ്ങനെ ആ ഒരു ഇത് പാസ് ചെയ്തിങ്ങനെ വരുക. ചുമ്മാ ഇങ്ങനെ സൈഡിലേക്ക് നോക്കിയപ്പോൾ ദേ പോകുന്നു അനിരുദ്ധിനെ കണ്ടപ്പോഴത്തേക്ക് സുമിത്ര ഒരു നിമിഷത്തേക്ക് സ്റ്റക്കായിപ്പോയി. ഇത് തൻ്റെ മകൻ തന്നെയാണെന്ന് പെട്ടെന്ന് സുമിത്രയ്ക്ക് മനസ്സിലായി ഇത് അനിരുദ്ധാണെന്ന്. അനിരുദ്ധല്ലേ അത്, മോനെ അനിരുദ്ധേന്നും വിളിച്ചുകൊണ്ട് സുമിത്ര അങ്ങ് ദൂരെ നിന്നായിരുന്നു ഓടി വന്നു. പക്ഷേ അനിരുദ്ധിനെ കാണാനോ അല്ലെങ്കിൽ അനിരുദ്ധിനെ ഒന്ന് മീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം അനിരുദ്ധ അപ്പോഴത്തേക്ക് വണ്ടിയിൽ കയറിപ്പോയി. എന്തായാലും ആ മഹാസംഗമം അത് നടന്നിരിക്കുന്നു. അമ്മയും മകനും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ മഹാസംഗമം. ഇനി ഇതിലേക്ക് പുതിയ അതിഥികളൊക്കെ വരാനുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. ഇടിവെട്ട് എപ്പിസോഡുമായിട്ട് നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.